ഹായ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ രൂപം കണ്ടിട്ട് ആരും പേടിക്കണ്ട. രാവിലെ എഴുന്നേറ്റ് ഒരു പണിയും ചെയ്യാതെ പല്ല് പോലും തയ്ക്കാതെ മുടിയും കെട്ടി വെച്ച് ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. ആ ആൾക്കാണെങ്കിൽ കുളിക്കാനായിട്ട് ഭയങ്കര മടിയായിട്ടാണ് ഇവിടെ ഇരിക്കണേ. മിക്കൂട്ടാ കുളിക്കാ, മിക്കേ കുളിക്കാം എങ്കേ. കുളിക്കാൻ ടവലെടുത്ത ആൾക്ക് മനസ്സിലാവും കുളിക്കാൻ പോവാണെന്ന്. ഇത് നോക്ക്, പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തളർവാതായി, ബലം പിടുത്തായി. നോക്കട്ടെ ശേഷിയുടെ സ്വത്തിന് നോക്കട്ടെ, ശേഷി നോക്കട്ടെ, മുറ്റിനെ നോക്കട്ടെ. ശേഷി വാട മുറ്റേ കുളിച്ചാൻ ചേച്ചി വെള്ളം ഒക്കെ പിടിച്ച് വെച്ച് ആര്യവേപ്പിൻ്റെ ഇലയെല്ലാം അരച്ച് വെച്ചേക്ക് ആശോത്തിന് കുളിച്ചണ്ടേ. ശേഷിയുടെ മുറ്റിന് കുളിച്ചണ്ടേ. ബാ ഏച്ചി മുത്തല്ല, ചേച്ചിയുടെ മുത്ത് ശേഷിയുടെ സ്വത്തല്ലേ. ഒച്ച ഉണ്ടാക്കണ കണ്ട. വാ കുളിക്കാൻ വാ വാ. എനിക്ക് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എനിക്ക്. അപ്പൊ ഞങ്ങള് ഇന്ന് കുളിച്ചാൻ പോവാണ്. ആര്യവേപ്പിന്റെ അല്ല എന്തിനാന്ന് അന്വേഷിച്ചല്ല. ആര്യവേപ്പിന്റെ അല്ല ചൊറിച്ചില് പോവാണ്. ചേട്ടൻ കണ്ടുപിടിച്ചതാ എനിക്ക് കൂട്ടാ. നിന്നെ തേച്ച് പിടിപ്പിക്ക. ഇന്ന് നിന്നെ ചേട്ടൻ മസാല വരട്ടി വറക്കും. നോക്കട്ടെ നോക്കട്ടെ ശേഷി നോക്കട്ടെ. പച്ചടിക്കാവും ഇപ്പൊ പച്ചടിക്ക് എള്ളക്കുണ്ടാവും എന്റെ പിക്ക്. ഓ എന്റെ കണ്ണിരിഞ്ഞു അവനെ തേച്ചിട്ട്. മിക്സിയൊക്കെ ഞാൻ നന്നായി കഴുകിയിട്ട് ആക്കിയത്. സബോളയും ഇനിയിപ്പോ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് അവനെ കുളിപ്പിക്കാം. ചേട്ടന്റെ ഐഡിയാട്ടാ, ചേച്ചിയുടെ ഐഡിയല്ലാട്ടാ. ഈശ്വരാന്റെ സുന്ദരി കൈ കുറച്ചുകൂടി അത് കട്ടി തോന്നുന്നു. കുളിച്ചിട്ട് വന്നേക്കുന്നത് സ്വത്ത് ഇവിടെ മേയും. ഇതാണോ ശേഷിയുടെ സ്വത്ത്? ഇതാണോ? ഇന്നമ്മ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അജിഷാനും കൂടിയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. കുഞ്ഞുനെ രാവിലെ തന്നെ അമ്മ ട്യൂഷന് വിട്ടിട്ടുണ്ട്. പണിമുടക്കായിട്ടും അതിനെ സ്കൂളിൽ ട്യൂഷന് വിട്ടിട്ടുണ്ട്. മോഡൽ എക്സാമാന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിട്ടേക്കുക. പഠിക്കട്ടെ. ഷോ എന്തിനാ അമ്മ പാവത്തിന് എങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഇല്ലാത്ത ദിവസം പറഞ്ഞു വിടുന്നു? എന്നിട്ടമ്മ രാജപുരസ്കാരൊക്കെ കുട്ടി നേടി വന്നില്ലേ? എന്നിട്ടും അതിനെ വിട്ടൂലേ? ഓ വ്യത്യാസമുണ്ട്. എന്നാലും ഇടണ്ടായിരുന്നു പാവത്തിന്. ആ ബിരിയാണിയൊക്കെ വേഗം ഉണ്ടാക്കി വെക്കി. ആ ഉണ്ണി ഞാൻ വന്നിട്ട് ചെമ്പടുപ്പത്തേക്കാന്നാ? അടിപൊളി. ഞാൻ ആദ്യം വരും, അജീഷേട്ടൻ പിന്നാലെ വരുന്ന പറഞ്ഞേ. അജീഷേട്ടൻ എന്തോ കടയിൽ ഷോപ്പിൽ സ്റ്റോക്ക് എടുക്കാൻ പോണപ്പ. ആ ഉണ്ണിയോ? അപ്പൊ ശരി എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് കുളിച്ച് സുന്ദരിയായി റെഡിയൊക്കെ ആയിട്ടാ.
പ്രത്യേകിച്ച് വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീൻ ഇട്ടു, കണ്ണെഴുതി, ഒരു ലിപ്സ്റ്റിക്കും ഇട്ടു. എന്നിട്ട് ഞാൻ പോവാൻ റെഡിയായി. അപ്പം പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്കിതാ ഈ ഒരു സൺഗ്ലാസും കൂടി വെച്ച് കൊടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഈ അടുത്ത് ലെൻസ് കാർട്ടിൽ നിന്ന് മേടിച്ച സൺഗ്ലാസ് ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് വെക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. കണ്ണിനൊക്കെ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പോകാനായിട്ട് എന്തായാലും തയ്യാറായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ ബാഗും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണാം. അജു ഞാൻ പോവാന്ന് പോയി ഗൈസ്. നീ എവിടേക്കെങ്കിലും പോന്ന്. ഞാൻ പോവാടാ. അത് പോയി. വണ്ടി മിണ്ടാ ചാവി. കുട്ടാ ടാറ്റാ ടാറ്റാ ശുദ്ധ ടാറ്റാ. പോട്ടെ ചേച്ചി പോട്ടെ. നോക്കട്ടെ. കം. വരുന്നില്ല നീ. വായോ വാ. ഞാൻ പോവാ. ടാറ്റ. എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പണിമുടക്കായതുകൊണ്ട് തന്നെ റോഡിൽ അധികം അങ്ങനെ ആൾക്കാരും വണ്ടികളും തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഒരു കടയിൽ തണ്ണിമത്തൻ, അതായത് നാടൻ തണ്ണിമത്തൻ, കുറേ നാളായി നാടൻ തണ്ണിമത്തൻ കഴിച്ചിട്ട്. അപ്പം എന്തായാലും ഒരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോവാം. തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ചേട്ടാ തണ്ണിമത്തൻ കുറേ നാളായി നാടൻ തണ്ണിമത്തൻ കഴിച്ചിട്ട്. നല്ലോണം മൂത്തത് നോക്കി പറഞ്ഞെടുത്ത. ആ നാടൻ മതി. ആണോ? പഴുത്ത് നല്ല മധുരം ഉള്ളത് നോക്കി അങ്ങോട്ട് എടുത്തോ. അതെ, അത് ആ ഗ്യാരണ്ടി മതി. എന്റെ വീട് കുറുക്കഞ്ചേരിയില്ല. ഞാൻ എന്തായാലും കാശ് മടക്കി തരാൻ വരും. ഓക്കെ. ആ ആ ജിപേ ചെയ്യാം. ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ, പക്ഷെ പറഞ്ഞ് കേട്ടിട്ടും അങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ. അയരില് ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കിയ ഒരാളാണ്. അന്നത്തെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അമ്പലത്തിന് 30,000 രൂപ. അന്ന് 30,000 ഇപ്പൊ 30 ലക്ഷം കൊടുക്കുന്ന മാതിരിയാ. അതുമാതിരി കിട്ടി തണ്ണിമത്തൻ കിട്ടി. അപ്പൊ ആ തണ്ണിമത്തനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എവിടെ പോയാലും പരിചയക്കാരാ. എന്താ ചെയ്യാൻ ഞാൻ. പക്ഷെ എനിക്ക് വയ്യ, ഞാൻ എന്നെ കൊണ്ട് തോറ്റു. അപ്പൊ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞു സ്പ്രൈറ്റ് ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. എടുത്തോ. ഇടി നീ കുളിക്കാറില്ല. ഈ ഡ്രസ് തന്നെയാണല്ലോ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നു. അജീഷ് ചേട്ടൻ വരുമ്പോ ലേറ്റ് ആവും. 2 മണി 3 മണിയൊക്കെ ആവും. ആ സ്റ്റോക്ക് എടുക്കാൻ പോണത്രേ. ആവണില്ലേ? ഇടയ്ക്ക് അങ്ങനെയാടി ജാമാവും. നീ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എടുക്കാൻ. എന്നാ ഇപ്പൊ തൽക്കാലം ഇത് കൊണ്ടുപോക്കോ തണ്ണിമത്തൻ. എന്താടാ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? പറയട്ടെ, പഠിപ്പിക്കട്ടാ? എന്താമ്മേ? ചോറാ? ചോറ് വേണം. ആ ഇതാലേ ഞങ്ങളുടെ വീട്ടില് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാലേ ചട്ടി മേടിക്കണ ഒരു ചടങ്ങുണ്ട്. അതിൽ ഞങ്ങളുടെ അമ്മ അതിൽ ചോറിട്ട് മയക്കിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വായയിൽ വെച്ച് തരും. ദാ ഇവൾക്ക് വായ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പങ്ക് പോയി മേടിച്ചിട്ട് വരാം. എന്ത് ബിരിയാണിയാ? അച്ഛനും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ കഴിച്ചോ? കഴിച്ചാ? ഞാൻ ആദ്യം കഴിച്ചോന്ന്. കറക്റ്റ് ടൈമിലെത്തിയ. കറക്റ്റ് ടൈമില്
എടാ ഉണ്ണി, ഒരു പ്രായതപ്പെടല്ലേടാ നമ്മടെ മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങളത്തെ ചെക്കന്റെ പേര് എന്നിട്ടാ അവന് ചോറ് വാരി കൊടുക്കാൻ പ്രായത പേരുണ്ടോ? അതേതാ? അയ്യോ ഞാൻ പ്രണവനെ വിളിച്ച് ചോക്കിട്ടെ, അത് കാണാട്ടെ നമുക്ക്. ഞാൻ അവനെ വിളിച്ച് ചോക്കിട്ടെ. ഞാനൊരു സീനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, ഒരു പ്രായത പടം, ഒരു മറ്റേ തണ്ണീർമത്ത ദിനങ്ങളിലത്തെ ആ ചെറുക്കന്റെ ഒരു പ്രേത പടം ഇറങ്ങിയിട്ടുണ്ട്, OTT വന്നിട്ടുണ്ട്. നൈറ്റ് റൈഡേഴ്സ് അല്ല, വേറൊരു പടം വന്നിട്ടില്ലേ? കുഞ്ഞിനറിയോ? അങ്ങനെ ഒരു പടം ഉണ്ടെന്ന പടം, പേരറിയില്ല. ബിരിയാണി ദമ്മിട്ടാ ഇട്ടാ? അതെ, തുറക്കണ്ട ദമ്മ തുറക്കുമ്പോഴ എരിവൊക്കെ ഉണ്ട്. അതെ, തൈരുണ്ടാക്കണ പണി കുഞ്ഞൂരാന്ന്. നിന്നോട് തൈരുണ്ടാക്കാൻ? അയ്യടി, പിന്നെ ബിരിയാണിന്റെ മണം കേട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇവിടെ കിടപ്പാണല്ലോ. അത് ഗർഭിണി എന്ത് പ്രശ്നം? എന്റെ അമ്മയ്ക്ക് പുതിയ പൂച്ച കുഞ്ഞുങ്ങളെ തരാൻ വേണ്ടിട്ട് ഇതാ നമ്മുടെ പെണ്ണു പൂച്ച ഗർഭിണിയാണ് ഗൈസ്. ഇത് ആ തള്ളപ്പൂച്ചയുടെ മൂത്ത മോൻ. നമ്മള് വാങ്ങിക്കൊണ്ടുവന്ന തണ്ണിമത്തം മുറുക്കിയാണ്. ഇതിന് മധുരമില്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന കാശ് തിരിച്ചു തരുന്ന കേട്ടാ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് തുറന്നു നോക്കല്ലേ, അത് മുറിച്ചു നോക്കാം. നാടൻ തണ്ണിമത്തനായ കാരണം മധുരം ഉണ്ടാവുന്നുള്ളത് ഏതാണ്ടൊക്കെ നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള തണ്ണിമത്തൻ. അപ്പൊ മുറിച്ച് തിന്നു നോക്കാം. ഓക്കെ അമ്മ, നല്ല മധുരം. അമ്മേ, അമ്മക്ക് നോക്കിയേ, വെറുതെ അല്ല ചേട്ടൻ പറഞ്ഞ കൊണ്ടുവന്നാ തിരിച്ച് കാശ് തരാന്ന്. നോക്കിയേ, തണുത്ത് കഴിഞ്ഞാൽ ഇതിലും അടിപൊളി ടേസ്റ്റ് ആട്ടാ. എനിക്ക് എപ്പോഴും തണ്ണിമത്തം തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടം. പക്ഷെ തണ്ണിമത്തം തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നതാണ് എന്റെ അടുത്ത് വിഷമ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും തണ്ണിമത്തം തണുപ്പിച്ച് തിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മുടിയൊക്കെ കെട്ടി വെച്ച് നമുക്ക് സാലഡ് ഉണ്ടാക്കാം. കാരറ്റ്, കുക്കുംബർ, സവാള, തക്കാളി ആൻഡ് തൈര്. മെയിൻ സംഭവം ഇതാണ്. ഇവൾക്ക് ഉണ്ടാക്കിയാൽ മതി. ഇത് കഴുകിയ അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാ. ഞാനത് വെച്ച കഴുകിട്ടൊന്നുമില്ല. കഴുകാണ്ട് തിന്നാ ശരിക്കും. നല്ല മധുരണ്ട് ക്യാരറ്റിന്. ഇതെവിടുന്ന് വാങ്ങിയമ്മ ക്യാരറ്റ്? ഊട്ടിന്ന് വന്ന ക്യാരറ്റാന്ന് തോന്നുന്നു. നല്ല മധുരം. ആ കഴുക് എല്ലാം നല്ല മധുരമുണ്ട്. ഭയങ്കര മധുരം. ജ്യൂസ് അടിക്കാൻ പറ്റിയ ക്യാരറ്റ്. ഒരു കഷ്ണം കൂടെ തന്നെ ഞാൻ തിന്നട്ടെ, ബാക്കിയുള്ള സലാഡിലിട്ടാ മതി. ഇന്ന് ഞാൻ ട്യൂഷന് പോയി. രാവിലെ 9 മണി തൊട്ട് 12 മണി. വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്. പച്ചമുളക് എടുക്കും, പച്ചമുളക് ഇവിടെ ഉണ്ട്. ഞാൻ പോണില്ല ട്യൂഷൻ. അവളുടെ അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന്. അവളുടെ അമ്മ പറഞ്ഞു ട്യൂഷന് പോവാൻ, അവളുടെ അച്ഛൻ പറഞ്ഞു ട്യൂഷന് പോകണ്ടെന്ന്. കുഞ്ഞു നീ എന്ത് ചെയ്യും? കാര്യങ്ങൾ തീരുമാനിക്കണം ഞാൻ, അച്ഛനല്ല. ചെയ്തു തരുന്നത് തീരുമാനമല്ല, കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അമ്മ. അപ്പൊ അമ്മ പറഞ്ഞ കേക്കണം. ഞങ്ങളെല്ലാവരും ഇവിടെ സാലഡ് നന്നായി കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവൾക്ക് ശരിക്കും സാലഡ് ഒന്നും കഴിക്കാൻ പാടില്ല, പക്ഷെ അവള് നന്നായി മുഴുങ്ങും. മറ്റേ
ഞങ്ങൾ ബിരിയാണി തിന്നു കഴിഞ്ഞാലും ബിരിയാണി ഞങ്ങൾ തീർന്നാലും സാലഡ് ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. സൈക്കോ. അങ്ങനെ എൻ്റെ തൈരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെപ്പോഴും തൈര് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതൽ, തൈര് വളരെ കുറവായിരിക്കും. കോരി എടുക്കുമ്പോൾ കണ്ട കുറേ അധികം വെജിറ്റബിൾസ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഇനിയിപ്പോൾ അതാ ഇവിടെയൊക്കെ കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് അമ്മയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കാം, പാവം. അപ്പം നമ്മളങ്ങനെ നമ്മുടെ അടുക്കള മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതെന്തിനാ പൂരി എടുക്കണേ? ചാർജ് ചെയ്യാനാ? അത് അവളുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് പോകണം. ഇത് തലോണിയൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് കിടന്നോ? അപ്പൊ ആ ഹോളിലെ ഞങ്ങൾ തലോണിയൊക്കെ ഇട്ടിട്ട് ഇവിടെ കിടന്നു കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ഉണ്ണി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സിനിമ ഒന്ന് കണ്ട് മുഴുവനാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ. അപ്പൊ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പൊ എന്റെ വ്ളോഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.